ദിവസം ഗോവയിൽ നിന്ന് വന്ന ശേഷം പനിയാണെങ്കിലും നമ്മൾ കാർപ്പൻറ്ററിനെ വിളിച്ചുകൊണ്ട് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ചെയ്ത് ഇങ്ങനെ ഇവിടുത്തെ പള്ളിയിൽ നിന്നുള്ള ഒരിത് കിട്ടിയതാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ നമ്മൾ വീട് ബ്ലസ് ചെയ്തപ്പോൾ ഒരു ഫ്രെയിമായത് വെച്ചു. ഇങ്ങനൊരു റിങ് പോലെ ഒരെണ്ണം വാങ്ങിച്ച് ഇതൊക്കെ സെറ്റ് ചെയ്തു. നമ്മളിവിടെ നിന്ന് തിങ്സ് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ വണ്ടിയിൽ കൊടുത്തു വിടുവാണ്. 2 ചേച്ചിമാർ പോവാണ്. ചെറിയ പണി, നമ്മളിത് അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ കബോർഡായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ കബോർഡായിട്ട് ചെയ്ത് ആ പണിയൊക്കെ തീർത്തു. നമുക്ക് കാണാനൊരു വൃത്തി ഉണ്ടാവുമല്ലോ. ഇങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഭയങ്കര ക്ഷീണം. ഓക്കെ, ജോജിക്ക് ഭയങ്കര ക്ഷീണം. ആൻ്റണിക്കും. ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും ഉള്ളു. ഉഷ ചേച്ചിയും ഡിൻസിയും നേരെ വണ്ടി എടുത്തവർ വണ്ടി മൊത്തം സാധനങ്ങളായിട്ട് അവർ പോയി. അപ്പം ഞങ്ങൾ 4 പേരേ ഉള്ളൂ ഈ പ്രാവശ്യം അങ്ങോട്ട്. എന്നാ ചെയ്യാനാ? ജോജിക്കും വയ്യ, ആൻ്റിക്കും വയ്യ, എനിക്കും വയ്യ. കാണാം. നേരത്തെ പറഞ്ഞ പോലെ കെമ്പഗൗഡയാണ്. മാറിപ്പോയി നേരത്തെ പറഞ്ഞത്. അപ്പം നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തു. നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു മണിക്കൂർ ഒന്നല്ല 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പോണം, പ്ലെയിനിൽ പോണം. അത്രയല്ലേ ഉള്ളൂ. പ്ലെയിനിൽ കയറണമെങ്കിൽ പാമ്പേഴ്സ് മാറ്റാതെ കയറ്റത്തില്ല വാവേ. പ്ലെയിൻ പോവാം നമുക്ക്. അന്നീ ഇവിടെ നോക്കി. ബൈ ബൈ പ്ലെയിൻ പറഞ്ഞേ. ഹലോ. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തെത്തി. ഹായ് പറഞ്ഞി. ഹലോ ഹായ്. ഹായ് പറഞ്ഞു ജാജി അന്നി. നോ ഹായ്. അപ്പോൾ നമ്മൾ എറണാകുളത്തെത്തി. ജോജി കൈ മാറ്റും. എറണാകുളത്തെത്തി. ഇപ്പം നമ്മൾ പള്ളി പോവാണ്. ഇന്ന് സൺഡേ ആണ്. ക്രിസ്മസിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ നമ്മളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ എറണാകുളത്തെത്തി 2 ദിവസമായി. അപ്പോൾ എനിക്കാണെങ്കിലും പനിയും ഇതൊക്കെ ആയിരുന്നു. പിള്ളേർക്കാണെങ്കിൽ അതുപോലെ തന്നെ ഫീവറും പനിയൊക്കെ ആയിരുന്നു. എന്തായാലും ജോജിക്കുട്ടന് മോളിൽ ഓടി തലയിടിച്ചതാണ്. തോറ്റ. ഞങ്ങൾ പള്ളി പോവാണ്. ഞാനൊന്നും മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. വെറും ഒരു മേക്കപ്പ് ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല കേട്ടോ. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. അമ്മമ്മ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. എന്നാന്ന് വെച്ചാൽ അമ്മ ലിപ്സ്റ്റിക് ഇടാതെ വരുവാണ്. ബിക്കോസ് ഇവർക്ക് ലുലു പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ചോദിക്കും ലിപ്സ്റ്റിക് ബാഗിലില്ലേ. ലുലു മോളിൽ പോകണമെങ്കിൽ ലിപ്സ്റ്റിക് ഇടണം, എന്നാലേ മമ്മ വരുള്ളൂ. നെയ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിലേക്ക് മമ്മ വരത്തില്ല. കേട്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് പള്ളിയിൽ പോകുന്ന കാരണം, സൺഡേ ആയിരുന്നു, കുർബാനയ്ക്ക് പോകുന്ന കാരണം ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തില്ല. അങ്ങനെ പോകുന്നു. തിരിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ കാണിച്ചു തരാം. ഇത് സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ ഡെക്കറേഷനാണ് ഈ കാണുന്നത്. നമ്മൾ ഈ പ്രാവശ്യം വളരെ സിമ്പിളായിട്ടുള്ള ലൈറ്റിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും കൂടുതലായിരിക്കും ലൈറ്റിംഗ് ഇടുന്നത്. കണ്ടോ, ക്രിസ്മസ് ട്രീ.
ഹായ് നോക്കിയേ, ക്രിബ്. ആ ക്രിബ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മളിതിലും കൂടുതലാണ് ലൈറ്റ്സ് ഒക്കെ ഇടുന്നത്. പക്ഷേ ഇപ്രാവശ്യം വളരെ കുറവാണ്.